നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനുഭവിക്കോടി, നീ അനുഭവിക്കും. അന്ന് നിനക്ക് ഞാൻ മാത്രമേ ഉണ്ടാവൂ. ഇറങ്ങി പോടി ഇവിടുന്ന്, എന്റെ കുഞ്ഞിനെ ശപിക്കാതെ. നീ സ്വകാര്യ സ്വത്തായി ഇവളെ ചേർത്ത് വെച്ചോടി. ജയറാമൻ കൂടി മരിച്ചതോടെ നീ ഈ വീട്ടിൽ തികച്ചും അന്യയ. നിനക്ക് ഈ വീട്ടിൽ ആരുമില്ല. ഇപ്പൊ പരസ്യമായി ഏൽക്കേണ്ടി വന്ന അവഗണന രഹസ്യമായി കടിച്ചിറക്കാനേ നിന്നെ കൊണ്ട് സാധിക്കും. ജയറാമൻ എന്നൊരു കണ്ണിയ നിന്നെ നന്ദിനിയുമായി ചേർത്ത് നിർത്തിയിരുന്നത്. ജയറാമൻ ഇല്ലാതായതോടെ നന്ദിനിയും നിന്നെ പതുക്കെ അകറ്റും. അവളും നിന്നെ വെറുക്കും. ഈ രാജലക്ഷ്മി നിന്നെ ആട്ടി അകറ്റിയതുപോലെ നന്ദിനിയും നിന്നെ ആട്ടി പുറത്താക്കും. നന്ദിനിക്ക് വിധേയത്വം രാജലക്ഷ്മിയോടാ. കാരണം രാജലക്ഷ്മി ദത്ത് നിർത്തിയ മകളാ നന്ദിനി. നിന്റെ അച്ഛനും അമ്മയും ഇല്ലാതായി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട നിനക്കിനി ഉള്ളത് നിന്റെ ഈ വല്യമ്മ മാത്ര. നീ എന്റെ മകളാ. കാര്യം, ഞാൻ ചെമ്പകമംഗലത്തുകാരുടെ ശത്രുവാ. ഞാൻ എന്തുകൊണ്ടാ ഇവരുടെ ശത്രുവായെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? നിന്നോടുള്ള എന്റെ സ്നേഹവാത്സല്യം. ഞാൻ നിന്നോട് കാണിച്ച സ്നേഹം ഒരു സമയത്ത് ഇവർക്ക് സഹിക്കാനാവുമായിരുന്നില്ല. സംഭവ ബഹുലമായ ആ കഥയൊക്കെ കഴിഞ്ഞു. ജയറാമനും യാത്ര പറഞ്ഞു പോയി. ഇനി ഇവരുടെ ആട്ടും തുപ്പും അടിയും തൊഴിയും ഏറ്റ് നീ ഇവിടെ നിൽക്കണ്ട. നിനക്ക് ഈ വല്യമ്മയുണ്ട്. നിന്റെ അമ്മയേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിക്കും. നിന്റെ വീട് ഇനി മുതൽ മാധവ മന്ദിരമാ. വാ മോളെ, വാ, നമുക്ക് പോവാം. വാ മോളെ, വാ. വിടവിളെ. വിടാൻ. അത് പറയാൻ നിനക്കെന്താ അധികാരം? എനിക്കെന്താ കാര്യമെന്ന് നിനക്കറിയില്ലേ? ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ അകറ്റി നിർത്തിയ മാധുരി പ്രസവിച്ച കുഞ്ഞ മീനാക്ഷി. പക്ഷേ ഇവളിപ്പോ എന്റെ ജയേട്ടന്റെ മകളാ. എന്റെ മനസ്സിൽ തൊട്ടിലിട്ട ഞാൻ ഇവളെ വളർത്തിയത്. മീനാക്ഷിക്ക് എന്നെ വിട്ടു പോവാനാവില്ല. അവള് പോവില്ല. അത് പറയേണ്ടത് നീയല്ലല്ലോ, മീനാക്ഷിയല്ലേ? അതെ, മീനാക്ഷിയാണ്. അവള് പറയും. പറയും മോളെ. പറ മോളെ, ആരെയും പേടിക്കാതെ പറ. ഇവിടെ ഇനി നിന്നാ ഇവരെല്ലാവരും കൂടി നിന്നെ ചവിട്ടി തേക്കും. പിന്നെ കാർത്തിയുടെ സ്നേഹം നഷ്ടപ്പെടുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. അവന് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ അവൻ നിന്നെ തേടി വരും. ഈ ഭാർഗവി നിലയത്തിൽ നിന്നും അവൻ നിന്നെ നല്ലൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ഞാനും ഉണ്ടാവും നിങ്ങളുടെ എന്ത് കാര്യത്തിനും. വാ മോളെ, നമുക്ക് പോവാം. കാർത്തിയേട്ടൻ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വല്യമ്മയോടൊപ്പം പോന്ന എന്നോടൊപ്പം ജീവിക്കാൻ കാർത്തിയേട്ടൻ എവിടേക്കും വരും. പക്ഷെ വല്യമ്മയല്ലല്ലോ എന്റെ ദൈവമ്മ. എന്റെ ദൈവമില്ലാത്ത ഒരു സ്വർഗം എനിക്ക് വേണ്ട. പെറ്റമ്മേ പോറ്റമ്മയല്ല, ദേവിയ. ദേവിയ എനിക്ക് എന്റെ ദൈവമ്മ. അനുഭവിക്കോടി, നീ അനുഭവിക്കും. അന്ന് നിനക്ക് ഞാൻ മാത്രമേ ഉണ്ടാവൂ. ഇറങ്ങി പോടി ഇവിടുന്ന്, എന്റെ കുഞ്ഞിനെ ശപിക്കാതെ. നീ സ്വകാര്യ സ്വത്തായി ഇവളെ ചേർത്ത് വെച്ചോടി. അല്ലെങ്കിൽ ഇവളൊന്നും പഠിച്ചിട്ടില്ല.
ഈ വീട്ടിലെ എല്ലാവരുടെയും മുഖം മൂടികൾ അഴിഞ്ഞ് വീഴുമ്പോഴേ ഇവള് പഠിക്കൂ. അന്ന് അഭയം തേടി പടികടന്ന് വരും ഇവള് മാധവ മന്ദിരത്തിലേക്ക്. ഇതേ എന്റെ വാക്കാ, നീ കുറിച്ചിട്ടോ. നിന്ന് ചിലക്കാതെ വീടിനകത്തുനിന്ന് കടന്നു പോടി. മോള് വിഷമിക്കാതെ. ആരെല്ലാം ഉപേക്ഷിച്ചാലും മോൾക്ക് ഈ അമ്മയുണ്ട്. അമ്മയ്ക്കും അമ്മയുടെ ഈ മോള് മാത്രമേ ഉള്ളൂ. ഇവളോ? ഇവൾ ഇതിനകത്ത് കയറിയോ? അമ്മ വാ. നിനക്കെന്താടി ഇതിനകത്ത് കാര്യം? ഇതിനകത്ത് കയറി പൊറുതിയാകാനൊന്നും വന്നതല്ല രാജലക്ഷ്മി അമ്മേ. എനിക്കതിനുള്ള ഗതികേടൊന്നും വന്നിട്ടില്ലെന്ന് രാജലക്ഷ്മി അമ്മയ്ക്ക് അറിയാലോ. നീ ഈ വീട്ടിനകത്ത് കയറിയത് എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. ഒരു മരണ വീട്ടിലേക്ക് ചെല്ലുന്നതും മരിച്ചയാളുടെ ബന്ധുമിത്രാദികളെ ആശ്വസിപ്പിക്കുന്നതും ഭാരതീയരുടെ സാംസ്കാരിക മര്യാദകളിൽ പെട്ടതായ കാര്യങ്ങളാ. പോരെങ്കിൽ നമ്മളൊക്കെ ബന്ധുക്കളും അല്ലേ? ഇനി ഇതൊന്നും അല്ലെങ്കിലും ഒരു നാട്ടുമര്യാദയുടെ പേരില് ചാവ് വീട്ടിൽ വരാലോ. നീ നാട്ടുമര്യാദ സംസ്കാരം ഒന്ന് വിളമ്പണ്ട. എന്റെ മകനെ കൊല്ലാൻ നടന്നവളാ നീ. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്നു പോവരുത്. നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പെരുമാറിയെന്ന് വരും. ആവശ്യമുള്ള സമയത്ത് മൗനം പാലിക്കുകയും ആവശ്യമില്ലാത്തടത്ത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണല്ലേ ഈ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ. നിന്നോട് എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിച്ചില്ല. പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി പോവാനാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് തൽക്കാലം പോകുന്നത് കൊണ്ടൊന്നും കഥ തീർന്നില്ല രാജലക്ഷ്മി അമ്മേ. ഞാൻ പോകുന്നത് എന്റെ വിലപ്പെട്ട ഒരു നിധിയെ ഇവിടെ വെച്ചിട്ട. മനസ്സിലായില്ലേ എന്റെ മീനാക്ഷിയെ? ആ നിധിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. ഇവിടുത്തെ ഒരു നിധി കളഞ്ഞുപോയെന്ന് കേട്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.